ഹായ്, ഞാനിപ്പോൾ ഒരു ടാറ്റു ചെയ്തിട്ടിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടാറ്റു ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ വർക്ക്. ഡിസൈൻ വളരെ സിമ്പിളാണ്. ഒരു 10 നമ്പർ, ഒരു ഫോൺ നമ്പറാണ് ടാറ്റു. അതെന്തുകൊണ്ടാണ് ഇത്ര വാല്യുബിൾ ആയത് എന്ന് ഞാൻ പറയാം. അതിനുമുമ്പ് എൻ്റെ സ്റ്റുഡിയോയിലോട്ട് ഇന്നൊരു അമ്മയും, ഒരു 10-60 വയസ്സായിട്ടുള്ള ഒരു അമ്മയും 40 വയസ്സോളം പ്രായം വരുന്ന 2 മക്കളും, ആൺമക്കളും വന്നു. എന്നിട്ട് ആ അമ്മ പറഞ്ഞു, എനിക്ക് ആ മക്കളിൽ ഒരാളുടെ കയ്യിൽ ഒരു ഫോൺ നമ്പർ എഴുതണം, ഇതാണ് അവരുടെ ആവശ്യം. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ, ക്യാഷ് ഇത്ര ആവും, ഓക്കെ ഡീലൊക്കെ പറഞ്ഞ് വർക്ക് തുടങ്ങി. അപ്പോഴാണ് അവർ കാര്യം പറയുന്നത്, ഈ മകന് ഈ ടാറ്റു ആരുടെ കയ്യിലാണോ ടാറ്റു ചെയ്യേണ്ടത് ആ മകന് ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാളെ കാണൂല. ഇയാൾ ഏതെങ്കിലും കിട്ടുന്ന വണ്ടികളിലും ഒക്കെ കയറി നാട് വിട്ട് കളയും, എവിടെയെങ്കിലും പോവും, ഏതെങ്കിലും തെരുവുകളിൽ പോയി കിടക്കും. അവസാനം അവർ പോലീസുകാരെയൊക്കെ ബന്ധപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് ഇയാളെ കണ്ടുപിടിക്കും, തിരിച്ചുകൊണ്ടുവരും. ഇതാണ് ഇവിടെ സ്ഥിരമായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് അവർ വിചാരിച്ചു, അയാളുടെ ശരീരത്തിൽ അങ്ങനെ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് കാണുന്ന ആർക്കെങ്കിലും വിളിച്ചവരെ അറിയിക്കാലോ, ഇവിടെ ഇങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട്, അയാളുടെ കയ്യിൽ ഈ നമ്പറുണ്ട് എന്ന രീതിയിൽ വിളിച്ചറിയിക്കാലോ എന്ന രീതിയിലാണ് അവർ ടാറ്റു ചെയ്യാൻ തീരുമാനിച്ചത്. ഈ വർക്ക് എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വാല്യൂ ആയി തോന്നിയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, അതൊരു ജീവിതമാണല്ലേ. ഏതെങ്കിലും തെരുവുകളിൽ വീട്ടുകാരും നാട്ടുകാരും ആരും അറിയപ്പെടാതെ അങ്ങ് ഇല്ലാതായി പോകുന്ന ഒരു ജീവിതം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് കാരണമാകുന്ന ഒരു ടാറ്റു. അതിനും അപ്പുറം ഒരു കാര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് കുടുംബത്തിന് ഒരു ബാധ്യത എന്ന പോലെ ഇത്തരം ആൾക്കാരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആൾക്കാരില്ലേ നമ്മളെ ഇടയിൽ ഇപ്പോൾ, ഇല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇന്ന് വളരെ അധികമാണ് അത്തരം ആൾക്കാരെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അവർക്കിടയിൽ ഇവനെ നഷ്ടപ്പെടാൻ പാടില്ല, ഇവനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം, അതിനുവേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ച ആ വീട്ടുകാരെ, ആ ഒരു അമ്മയും മക്കളെയും കാര്യം അല്ലെങ്കിൽ ബന്ധുക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് അത്തരം ആൾക്കാരുണ്ട്, കോമൺ ആയിട്ടുള്ളതായിരിക്കും. പക്ഷെ അത് വലിയൊരു കാര്യമാണല്ലേ. സത്യത്തില് ഈ ജോലി ചെയ്യുന്നതിൽ, ഈ ജോലി ഞാൻ സെലക്ട് ചെയ്തതിൽ എനിക്കിന്ന് വളരെ സന്തോഷം തോന്നി. കാരണം അവരുടെ ആ ഒരു പ്രയത്നത്തിന്റെ ഭാഗമാവാൻ എന്നെ കൊണ്ട് പറ്റിയല്ലോ. റിയലി ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരു ദൈവത്തിന്റെ അടയാളം പോലെ ഒരു കാര്യം ചെയ്യാൻ, അതിന് ഈ ജോലിയുടെ ഒരു മഹത്വം ഞാൻ ഇന്ന് അറിഞ്ഞു. എനിക്കത് തോന്നി. ഞാൻ ഈ ജോലി സെലക്ട് ചെയ്തതിൽ, ഞാൻ ഈ ജോലി ചെയ്യുന്നതിൽ എനിക്കിന്ന് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. താങ്ക് യു.